പഠിക്കാൻ അത്ര താല്പര്യമില്ലാത്ത, പ്രത്യേകിച്ചും അത് പഠിപ്പിക്കുന്ന അധ്യാപകനെ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് ഒരു ദിവസം മുൻനിരയിൽ വന്നിരിക്കുമ്പോൾ ആരും ഒന്ന് ശ്രദ്ധിക്കും. അത് തന്നെയായിരുന്നു ദയയും ശ്രദ്ധിച്ചത്. എന്തുകൊണ്ടായിരിക്കാം ആ വിദ്യാർത്ഥി അന്നു മുതൽ മുൻനിരയിൽ ഇരുന്നു തുടങ്ങിയത് എന്ന് ദയയ്ക്കും സംശയമുണ്ടായി. കോളേജിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ വിദ്യാർത്ഥിയെ ദയ കാണുന്നത്. പുതുതായി എത്തിയ ഒരു വിദ്യാർത്ഥിയോട് പരുഷമായി ഒച്ചവെച്ച് സംസാരിക്കുന്ന ഈ വിദ്യാർത്ഥിയെ ദയ ഒന്ന് ശാസിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ദയയോട് അവൻ ദേഷ്യപ്പെട്ടു. ഞാൻ ഒന്ന് പേര് ചോദിച്ചാൽ എന്താ? എന്നാൽ പേര് മാത്രമല്ല, മറ്റു പലതും ചോദിച്ച് പുതുതായി എത്തിയ വിദ്യാർത്ഥിയെ പേടിപ്പിക്കുന്നത് കണ്ടപ്പോഴായിരുന്നു ദയ അധ്യാപിക എന്ന നിലയിൽ അതിൽ ഇടപെട്ടത്. പിന്നീട് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ എത്തുമ്പോൾ അവൻ ദയയുടെ മുഖത്ത് നോക്കിയതേയില്ല. അവൻ പിറകിൽ മറ്റുള്ളവരുടെ കൂടെ ഉഴപ്പി ഇരിക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരിക്കൽ അവന്റെ അമ്മ വന്നു. അമ്മ എല്ലാ മാസവും എത്തി മകന്റെ പഠന നിലവാരത്തെക്കുറിച്ച് എല്ലാ അധ്യാപകരോടും അന്വേഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ദയയോടും വന്ന് അന്വേഷിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ മകൻ? പഠിക്കാൻ നല്ലവനാണോ? പെരുമാറ്റമൊക്കെ എങ്ങനെയാണ്? ദയ പെട്ടെന്ന് പറഞ്ഞു, നല്ല വിദ്യാർത്ഥിയാണ്. പിന്നെ അവന്റെ പ്രായത്തിൻ്റെതായ ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. ഈ ഒരു മറുപടി അവൻ ഒരിക്കലും ദയയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. തൊട്ടടുത്ത ദിവസം തൊട്ടായിരുന്നു അവൻ ദയയുടെ ക്ലാസ്സിൽ മുൻനിരയിൽ വന്നിരിക്കാൻ തുടങ്ങിയത്. അവൻ ദയയെ ആദ്യമായി നോക്കി ചിരിച്ചു. പിന്നീട് ഇന്റർവെൽ സമയത്ത് സ്റ്റാഫ് റൂമിൽ വന്ന് ദയയോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും മിസ്സിനോട് മോശമായി സംസാരിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ വളരെ പേടിച്ചാണ് എൻ്റെ അമ്മയെയും കൊണ്ട് മിസ്സിൻ്റെ അടുത്ത് വന്നത്. ഞാൻ മിസ്സിനോട് ദേഷ്യപ്പെട്ടതൊക്കെ അമ്മയോട് പറയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല മിസ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഇതായിരുന്നു അവൻ ദയയോട് പറഞ്ഞത്. ദയ ഒരു പുഞ്ചിരിയോടുകൂടി അവനെ നോക്കി. പിന്നീടുള്ള ക്ലാസ്സുകളിലെല്ലാം അവൻ മുൻനിരയിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നന്നായി പഠിക്കുവാനും തുടങ്ങി. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ ഒക്കെ ആകാം മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള പെരുമാറ്റത്തിലും സമീപനത്തിലും മാറ്റം വരുത്തുന്നത്.